നിങ്ങളൊരു മുറിയിലേക്ക് നടന്നു വരുമ്പോൾ ആളുകൾ സംസാരം നിർത്തി നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഒരു വാക്കുപോലും ഉരിയാടാതെ, വസ്ത്രത്തിന്റെ പകിട്ടില്ലാതെ, വെറും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു സദസ്സിനെ മൊത്തം നിശബ്ദമാക്കാനും ആകർഷിക്കാനും കഴിയുന്ന ആ അദൃശ്യശക്തി, അതാണ് ഓറ. ചിലർ കടന്നുവരുമ്പോൾ അവിടത്തെ വായുവിന് പോലും ഒരു പ്രത്യേക ഗാംഭീര്യം കൈവരുന്നു. അവരുടെ നടത്തത്തിലും നോട്ടത്തിലും ശരീരഭാഷയിലും പ്രസരിക്കുന്ന ആ കാന്തിക ഊർജം എങ്ങനെ നിങ്ങൾക്കും സ്വന്തമാക്കാം? വെറുമൊരു മോട്ടിവേഷനല്ല, മഹാനായ ചാണക്യൻ പഠിപ്പിച്ചു തന്ന ലോകത്തെ കീഴടക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന 7 രഹസ്യ തത്വങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വെറുമൊരു വീഡിയോ എന്നതിലുപരി നിങ്ങളുടെ ഉള്ളിലെ ഓറ എന്ന അദൃശ്യ മഹാശക്തിയെ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇനി ചോദ്യമിതാണ്, എന്താണ് ഈ ഓറ? ഓറ എന്നത് ഒരു വാക്ക് മാത്രമല്ല, നിങ്ങളുടെ പിന്നിൽ പോലും നിങ്ങൾക്കായി ആദരവ് സൃഷ്ടിക്കുന്ന സൂക്ഷ്മമായ ശക്തിയാണത്. ആളുകൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെ ഗൗരവമായി കാണുന്ന, നിങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടാത്ത ആ ഊർജം. നിങ്ങൾ സംസാരിക്കാതെ, ബലം പ്രയോഗിക്കാതെ മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ ഓറ നൽകുന്നു. പക്ഷെ ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങൾക്ക് വില നൽകാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളെ കണ്ടുമുട്ടുന്ന ഭൂരിഭാഗം ആളുകളും കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ മറക്കുന്നത്? എന്തുകൊണ്ടാണ് ചില കൂട്ടായ്മകളിൽ നിങ്ങൾ അദൃശ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം ഇതുവരെ നിങ്ങളുടെ ഓറ ഉണർന്നിട്ടില്ല. അതേസമയം ചിലരുണ്ട്, അവരുടെ മുഖം ഒരിക്കൽ കണ്ടാൽ അത് മനസ്സിൽ എന്നേക്കുമായി തങ്ങി നിൽക്കും. അവരിൽ ഒരുതരം തിളക്കം, ആകർഷണീയത, അവഗണിക്കാൻ കഴിയാത്ത ഒരു ഊർജമുണ്ട്. അവർ സംസാരിക്കുന്നതിന് മുമ്പേ ബഹുമാനം നേടുന്നു. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ യഥാർത്ഥ ബലം അവന്റെ ശബ്ദത്തിലോ അവന്റെ കൈകളിലോ അല്ല, അവന്റെ പ്രഭാവലയത്തിലാണ് ആഭയുള്ളത്. കാരണം വാൾ ശരീരത്തെ മാത്രം കീഴടക്കുന്നു, എന്നാൽ ഓറ മനസ്സും ബഹുമാനവും വിശ്വാസവും നേടുന്നു. ശക്തിയേറിയ ഓറയുള്ള ഒരു വ്യക്തി മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടത്തെ അന്തരീക്ഷത്തിന്റെ ദിശ മാറ്റുന്നു. ആളുകൾ അവരെ വെറുതെ കാണുകയല്ല, അവരെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അവരെക്കുറിച്ചൊരു അഭിപ്രായമുണ്ടാക്കുന്നു. ചരിത്രത്തിലെ എല്ലാ വിജയികൾക്കും, എല്ലാ നേതാക്കൾക്കും, എല്ലാ സ്വാധീനമുള്ള വ്യക്തികൾക്കും ഈ ഓറയുണ്ടായിരുന്നു. ഒരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന അദൃശ്യമായ ശക്തി. സെക്കൻഡുകൾ നീളുന്ന റീലുകളിൽ ആളുകൾ തങ്ങളുടെ മാനസിക ഊർജം പാഴാക്കുന്ന ഇന്നത്തെ ലോകത്ത് ഓറ ഒരു ആയുധമാണ്. അത് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുക മാത്രമല്ല, ജനക്കൂട്ടത്തിന് മുകളിൽ ഉയർത്തി നിർത്തുകയും ചെയ്യുന്നു. ഏറ്റവും നല്ല കാര്യം, ഓറ ജന്മനാ ലഭിക്കുന്നതല്ല, ഓറ നിർമ്മിക്കപ്പെടുന്നതാണ്. ചാണക്യന്റെ സിദ്ധാന്തമാണിത്. ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തന്റെ ഓറയെ, തന്റെ സാന്നിധ്യം തന്നെ തന്റെ പരിചയപ്പെടുത്തലായി മാറുന്നത്ര ശക്തമാക്കാൻ കഴിയും. ചാണക്യന്റെ തത്വങ്ങൾ പോലെ മൂർച്ചയുള്ളതും ഫലപ്രദവുമായ ഒരു ഓറ നിങ്ങൾ ശരിക്കും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന 7 പരമമായ ശക്തിയുള്ള പോയിന്റുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കുക, അവസാനം ഞാൻ നിങ്ങൾക്കൊരു പ്രധാന ബോണസ് ടിപ്പ് കൂടി നൽകും. നിങ്ങളുടെ ഓറയ്ക്ക് യഥാർത്ഥ ശക്തി നൽകുന്നത് അതായിരിക്കും. അതിനാൽ അത് ഒഴിവാക്കരുത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കമന്റിൽ ഒരു വാക്കെഴുതുക, ഓറ. അങ്ങനെ ഈ പരിവർത്തനത്തിനും, ഈ ഉണർവിനും, ഈ പുതിയ വ്യക്തിത്വ നിർമ്മാണത്തിനും നിങ്ങളുടെ മനസ്സ് തയ്യാറാകട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശക്തിയേറിയ ഓറ നിർമ്മിക്കാനുള്ള 7 ചാണക്യ തത്വങ്ങൾ. 1. ആത്മവിശ്വാസമുള്ള രൂപം, കോൺഫിഡന്റ് അപ്പിയറൻസ്. ആളുകൾ സ്വയം തലകുനിക്കുന്ന ഒരു സാന്നിധ്യം സൃഷ്ടിക്കുക. ചാണക്യൻ പറഞ്ഞു, ഏത് വ്യക്തിയുടെ ഉള്ളിൽ ആത്മവിശ്വാസമില്ലയോ അവന്റെ അടുത്ത് ലോകം കുറച്ചുനേരമിരിക്കും, പക്ഷെ ഒരിക്കലും താമസിക്കില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ നടപ്പ്, നിൽക്കുന്ന രീതി, കണ്ണുകളിലെ സ്ഥിരത, ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ഓറ നിർമ്മിക്കുന്നത്. നിങ്ങൾ സ്വയം എങ്ങനെ കാണുന്നു എന്നതാണ് ലോകം ആദ്യം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ സ്വയം ദുർബലനായോ മടിയനായോ ഭയമുള്ളവനായോ അവതരിപ്പിച്ചാൽ ലോകവും നിങ്ങളെ അതുപോലെ കാണും. എന്നാൽ പകരം നിങ്ങൾ നിവർന്നു നിൽക്കുകയാണെങ്കിൽ, തോളുകൾ തുറന്നതും കഴുത്തുയർന്നതും കണ്ണുകളിൽ സ്ഥിരതയും മുഖത്ത് ശാന്തവും ഉറച്ച ആത്മവിശ്വാസവുമുണ്ടെങ്കിൽ നിങ്ങളെ നിസ്സാരമായി കാണാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. ശക്തിയേറിയ ഓറയുടെ പകുതി നിങ്ങളുടെ വാക്കുകളിൽ നിന്നല്ല ഉണ്ടാകുന്നത്, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നാണുണ്ടാകുന്നത് എന്നോർമ്മിക്കുക. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ആര് സ്വയം വിജയം നേടുന്നുവോ അവനെ ഒരു ബാഹ്യശക്തിക്കും കീഴടക്കാൻ കഴിയില്ല. ഈ ആത്മവിജയം പുറമേ കാണപ്പെടും. അതുകൊണ്ട് നിങ്ങളൊരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ നടക്കുക. ഈ മുറിയിലെ ഏറ്റവും സ്ഥിരമായ ഊർജം നിങ്ങളുടേതാണെന്ന് തോന്നണം.
ഇരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് തന്നെ അറിയാമെന്നും തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്നും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ ആടി ഉലയാത്തവനാണെന്നും ആളുകൾക്ക് അനുഭവപ്പെടണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ അത്തരമൊരു സന്തുലിതാവസ്ഥയും ദൃഢതയും ഉണ്ടായിരിക്കണം. കേൾക്കുന്നയാൾ നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ ഊർജം കൂടി അനുഭവിക്കണം. ആത്മവിശ്വാസമെന്നാൽ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനായി കാണപ്പെടുക എന്നല്ല അർത്ഥം. നിങ്ങൾ സ്വയത്തേക്കാൾ താഴ്ന്നവനായി ഒരിക്കലും കാണപ്പെടരുത് എന്നതിലാണ്. എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല, ഒരു കാര്യത്തിനും എന്നെ ഇളക്കാൻ കഴിയില്ല എന്ന വികാരം നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആളുകൾക്ക് പ്രചോദനമായി മാറും. നിങ്ങൾ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയായതുകൊണ്ട് മാത്രമല്ല ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ ശക്തനായതുകൊണ്ട്, ഉറച്ചവനായതുകൊണ്ട് ആകർഷിക്കപ്പെടുന്നു. എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ട്. ഈ സ്ഥിരവും ശാന്തവും ശക്തവുമായ ആത്മവിശ്വാസം നിങ്ങളുടെ ശരീരഭാഷയിൽ നിറയുമ്പോൾ നിങ്ങളുടെ ഓറ അത്രയും ശക്തമാകും. ഏതൊരു സദസ്സിലും നിങ്ങളെ അവഗണിക്കാൻ ആർക്കും കഴിയാതെ വരും. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഊർജം അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു മുദ്ര പതിപ്പിക്കും. ഇതാണ് ശക്തിയുള്ള ആത്മവിശ്വാസമുള്ള രൂപം. ഇത് വാക്കുകളാലല്ല, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ലോകത്തെ കീഴടക്കുന്നു. 2. ആത്മവിശ്വാസത്തോടെ നടക്കുക. വാക്ക് വിത്ത് കോൺഫിഡൻസ്. ശരിയായ നടപ്പ് നിങ്ങളുടെ ആദ്യത്തെ പരിചയപ്പെടുത്തലാണ്. ചാണക്യൻ പറഞ്ഞു, മനുഷ്യന്റെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ അവന്റെ വാക്കുകളല്ല, അവന്റെ നടപ്പാണ്. ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്നും എന്താണ് അനുഭവിക്കുന്നതെന്നും ലോകം മനസ്സിലാക്കുന്നത് അവരുടെ വാക്കുകളാലല്ല, അവരുടെ നടക്കുന്ന ശൈലിയിലൂടെയാണ്. നിങ്ങൾ ഒരിടത്ത് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ നടപ്പ് തീരുമാനിക്കുന്നു ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുമോ അതോ അവഗണിക്കുമോ എന്ന്. നടപ്പിൽ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവർക്കുവേണ്ടി സംസാരിക്കുന്നു. അവരുടെ വ്യക്തിത്വം വാക്കുകളേക്കാൾ ഫലപ്രദമായ ഒരു സന്ദേശം നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ശക്തമായ ഓറ നിർമ്മിക്കണമെങ്കിൽ ആദ്യത്തെ ചുവടുവെപ്പ് ആത്മവിശ്വാസമുള്ള നടപ്പാകണം. ഇത് വെറും നടക്കുക മാത്രമല്ല, എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല എന്ന് ലോകത്തിനൊരു സൂചന നൽകലാണ്. നിങ്ങൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരനില, കഴുത്തിന്റെ സ്ഥാനം, തോളുകൾ, നിങ്ങളുടെ ചുവടുകൾ, ഇതെല്ലാം നിങ്ങൾ എന്ത് മനോഭാവത്തോടെയാണ് വന്നതെന്ന് വെളിപ്പെടുത്തുന്നു. നേരായ നട്ടെല്ല്, അല്പം നിവർന്ന നെഞ്ച്, സമതുലിതമായ ചുവടുകൾ, സ്ഥിരമായ നോട്ടം, ഇതെല്ലാം നിങ്ങൾ സ്വയം ബഹുമാനിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു. സ്വയം ബഹുമാനിക്കുന്നവരെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. പലരും നടക്കുമ്പോൾ തല താഴേക്ക് കുനിക്കും, തോളുകൾ താഴ്ത്തും, കൈകൾ പോക്കറ്റിലിട്ട് അനിശ്ചിതത്വം കാണിക്കും. അവരുടെ നടപ്പ് തന്നെ വിളിച്ചു പറയും, ഈ വ്യക്തിക്ക് ആത്മവിശ്വാസം കുറവാണ്. ചാണക്യൻ അത്തരം വ്യക്തിത്വങ്ങളെ ദുർബലമായി കണക്കാക്കി. കാരണം ഒരു ദുർബലമായ നടപ്പ് വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിന്റെയും യഥാർത്ഥ മനോഭാവം കാണിച്ചു കൊടുക്കും. ഓർക്കുക, ആളുകൾ നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളല്ല കാണുന്നത്, അവർ നിങ്ങളുടെ ശരീരഭാഷ മാത്രമാണ്. നിങ്ങളുടെ നടപ്പിൽ ഊർജവും സ്ഥിരതയും അന്തസ്സുമില്ലെങ്കിൽ നിങ്ങളുടെ ഓറ ഒരിക്കലും ശക്തമാകില്ല. ശക്തിയുള്ള ഓറ എന്നാൽ ആളുകൾ നിങ്ങളെ നോക്കാൻ നിർബന്ധിതരാവുക എന്നതാണ്. നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുന്ന ആദ്യത്തെ ആയുധമാണ് നിങ്ങളുടെ നടത്തം. നിങ്ങൾ ചുവടുവെക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഇമേജ് നിർമ്മിക്കപ്പെടുന്നത്. ഒരു ആത്മവിശ്വാസമുള്ള നടപ്പ് നിങ്ങൾക്കൊന്നും പറയാതെ തന്നെ ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കായി ആദരവ് സൃഷ്ടിക്കുന്ന അദൃശ്യമായ ശക്തിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നടക്കുമ്പോഴെല്ലാം നേരെ നടക്കുക, സ്ഥിരമായി നടക്കുക, ബഹുമാനത്തോടെ നടക്കുക. നിങ്ങൾ ഒരു ലക്ഷ്യത്തോടെ നടക്കുകയാണെന്ന് തോന്നും വിധം നിങ്ങളുടെ ശരീരം വഹിക്കുക. നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങളുടെ ശക്തിയെ തെളിയിക്കുന്നത് പോലെ ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നണം, ഈ വ്യക്തിയിൽ എന്തോ ഒരു പ്രത്യേക തീപ്പൊരിയുണ്ട്, ഇത് സാധാരണക്കാരനല്ല. ഈ തീപ്പൊരിയാണ് നിങ്ങളുടെ ഓറ സൃഷ്ടിക്കുന്നത്. ഈ നടത്തിന്റെ ശൈലിയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരിടം നൽകുന്നത്. നിങ്ങളുടെ നടത്തമാണ് നിങ്ങളുടെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ. ഒരു ശക്തമായ പരിചയപ്പെടുത്തൽ എല്ലായ്പ്പോഴും ശക്തമായ സ്വാധീനം ചെലുത്തും. 3. നിങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കരുത്. ഡോണ്ട് ടോക്ക് ടൂ മച്ച് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ മൗനം നിങ്ങളെ ശ്രദ്ധേയനാക്കും. ചാണക്യൻ പറഞ്ഞത്, സംസാരം മനുഷ്യന്റെ ബുദ്ധിയുടെ കണ്ണാടിയാണ്, അനാവശ്യ സംസാരം അവന്റെ ദൗർബല്യത്തിന്റെ സൂചനയാണ്. ശക്തിയുള്ളതും ആകർഷകവുമായ സ്വാധീനമുള്ള ഓറ നിർമ്മിക്കുന്നത് സ്വന്തം വാക്കുകളാലല്ല, മറിച്ച് തന്റെ മൗനത്താലും കേൾക്കാനുള്ള കഴിവിലുമാണ്. എന്നാൽ ഇന്ന് പലരും സ്വന്തം കാര്യങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ നേട്ടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ,
അവരുടെ ചിന്തകൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം ദുർബലമാകും. ഒരു വ്യക്തി നിരന്തരം തന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാൾ അയാളിൽ അറിവോ ആഴവോ ഇല്ലെന്ന് അനുമാനിക്കുന്നു. അയാളുടെ ജീവിതം ഞാൻ എന്റെ എന്നതിലേക്ക് ചുരുങ്ങുന്നു. അത്തരം ആളുകൾ ആകർഷകരായി തോന്നില്ല, മറിച്ച് മടുപ്പിക്കുന്നവരും അസ്ഥിരമായി തോന്നും. ശക്തിയുള്ള ഓറയുടെ യഥാർത്ഥ രഹസ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക, എന്നാൽ ലോകം നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഒരു പ്രഹേളികയാകാൻ അനുവദിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒളിച്ചിരിക്കുന്നു, എന്തോ ആഴത്തിലുള്ളത്, ശക്തമായത്, അവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് എന്ന് ആളുകൾക്ക് അനുഭവപ്പെടട്ടെ. ഇതാണ് രാജാക്കന്മാരെയും യോദ്ധാക്കളെയും ചാണക്യൻ പോലെയുള്ള തന്ത്രജ്ഞരെയും ആളുകൾക്ക് നിഗൂഢമാക്കി നിലനിർത്തിയ മനഃശാസ്ത്രം. നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഓർക്കുക, നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടും. മനുഷ്യജീവിതത്തിലെ പകുതി തെറ്റുകൾ അവന്റെ നാവിൽ നിന്ന് പുറത്തുവരുന്നതാണ്. ബാക്കി പകുതി അവൻ നാവിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുകൊണ്ട് ചാണക്യൻ പറഞ്ഞു, മൗനം നിങ്ങളുടെ ദൗർബല്യങ്ങളെ മറയ്ക്കുന്ന മതിലാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറവ് സംസാരിക്കുമ്പോൾ ആർക്കും നിങ്ങളുടെ ചിന്തകളോ കഴിവുകളോ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വമോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഈ നിഗൂഢത, ഈ അവ്യക്തത നിങ്ങളുടെ ഓറയെ ശക്തിപ്പെടുത്തുന്നു. ഒരു മാഗ്നറ്റിക് വ്യക്തിത്വമെന്നാൽ നിങ്ങൾ സ്വയം ചർച്ച ചെയ്യാതിരിക്കുക, എന്നാൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ കഥ പറയരുത്, മറിച്ച് മറ്റുള്ളവരുടെ കഥ കേൾക്കുക. നിങ്ങൾ ആളുകളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ സംഭാഷണത്തിന്റെ ശക്തി നിങ്ങളുടെ കൈകളിൽ നിലനിൽക്കും. ആളുകൾ നിങ്ങളെ പക്വതയുള്ളവനും ബുദ്ധിമാനും ആഴത്തിൽ ചിന്തിക്കുന്നവനുമായി കണക്കാക്കും. ഈ ഗുണങ്ങളാണ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുകയും നിങ്ങളുടെ ഓറയെ ശക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങളെക്കുറിച്ച് കുറവ് സംസാരിക്കുന്നത് ദൗർബല്യമല്ല, അത് നിങ്ങളെ ജനക്കൂട്ടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാക്കി മാറ്റുന്ന ജ്ഞാനമാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എത്ര കുറച്ചു പറയുന്നുവോ അത്രയധികം ലോകം നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കും. ഈ മനഃശാസ്ത്രമാണ് ഒരു ശക്തമായ ഓറയ്ക്ക് അടിത്തറയിടുന്നത്. 4. നിങ്ങളുടെ മൂല്യങ്ങൾ സ്ഥാപിക്കുക. സെറ്റ് യുവർ വാല്യൂസ്. അതിരുകൾ നിശ്ചയിക്കുക എന്നാൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ചാണക്യൻ പറഞ്ഞു, ജീവിതത്തിൽ തത്വങ്ങളില്ലാത്ത വ്യക്തിയുടെ വ്യക്തിത്വം കാറ്റിലുലയുന്ന ഇല പോലെയാണ്. കാറ്റ് ആഗ്രഹിക്കുന്നതുപോലെ അതിനെ പറപ്പിക്കും. ഒരു ശക്തമായ ഓറ നടപ്പിലൂടെയോ സംസാരത്തിലൂടെയോ മാത്രമുണ്ടാകുന്നില്ല. അതിൻ്റെ യഥാർത്ഥ അടിത്തറ അതിരുകളിലും മൂല്യങ്ങളിലുമാണുള്ളത്. നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്ക് പോകണം, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കും, ഏതൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നില്ലെങ്കിൽ ലോകം നിങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കും. ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഓറ ഒരിക്കലും തിളങ്ങില്ല. ശക്തമായ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി ആദ്യം സ്വയം വ്യക്തമാക്കുന്നു: എൻ്റെ പരിധികൾ എന്തൊക്കെയാണ്, ഞാൻ ഏത് കാര്യത്തിൽ ഉറച്ചു നിൽക്കും, എവിടെ ഞാൻ ഒരു ഇഞ്ചു പോലും പിന്നോട്ടു പോകില്ല എന്ന്. ഈ വ്യക്തത വ്യക്തിയെ ഉള്ളിൽ നിന്ന് ഉറച്ചവനാക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ വ്യക്തമായി നിലനിർത്തുമ്പോൾ നിങ്ങളുമായി കളിക്കാൻ കഴിയില്ലെന്ന് ലോകവും മനസ്സിലാക്കും. നിങ്ങളുടെ ആത്മാഭിമാനവുമായി ഒത്തുതീർപ്പ് ചെയ്യാൻ കഴിയില്ല. ഒരു ശക്തമായ ഓറയുടെ തിരിച്ചറിവിലിതാണ്: ആളുകൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു മതിലുണ്ട്, ആ മതിലിനെ അനുവാദമില്ലാതെ ആർക്കും മറികടക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ ജീവിതത്തിൽ അതിരുകളില്ലാത്തവർ മറ്റുള്ളവർക്ക് എപ്പോഴും എളുപ്പമുള്ള ലക്ഷ്യമായി മാറുന്നു. ആർക്കും അവരെ അപമാനിക്കാം, ആർക്കും അവരെ സ്വാധീനിക്കാം. അവർ നിശബ്ദമായി സഹിച്ചുകൊണ്ടേയിരിക്കും. ചാണക്യൻ പറഞ്ഞു, അപമാനം സഹിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ അപമാനിക്കാൻ ശീലിപ്പിക്കുന്നു. അത്തരമൊരാൾ എത്ര കഴിവുള്ളവനാണെങ്കിലും ലോകത്തിൻ്റെ കണ്ണിൽ അവൻ്റെ ഓറ ദുർബലവും മങ്ങിയതുമായിരിക്കും. നിങ്ങൾ സത്യം, അച്ചടക്കം, ആദരവ്, വിശ്വസ്തത, ആത്മമൂല്യം, സെൽഫ് വർത്ത് തുടങ്ങിയ നിങ്ങളുടെ മൂല്യങ്ങൾ നിശ്ചയിക്കുകയും അവയെ പരസ്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത വ്യക്തിയാണെന്ന് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങും. ജനക്കൂട്ടത്തിനനുസരിച്ച് മാറുന്ന വിഭാഗത്തിൽ നിങ്ങൾ പെടുന്നില്ല. ഈ വ്യക്തത ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു പ്രത്യേക ബഹുമാനം സൃഷ്ടിക്കുന്നു. അവർ ചിന്തിക്കാൻ തുടങ്ങും, ഈ വ്യക്തിയുമായി തമാശകളൊന്നും നടക്കില്ല, ഇവന് സ്വന്തമായി ഒരു അന്തസ്സുണ്ട്. ഈ ആദരവും ഈ അതിരും നിങ്ങളുടെ ഓറയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ശക്തിയുള്ള ഓറ എന്നാൽ ആളുകൾ നിങ്ങളെ വെറുതെ കാണുകയല്ല,
മറിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്നതിനു മുമ്പ് തന്നെ നിങ്ങളോട് ശ്രദ്ധാലുക്കളായിരിക്കുമെന്നാണ് അർത്ഥം. നിങ്ങൾ ഒരു തെറ്റായ കാര്യവും സഹിക്കില്ലെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുകളിൽ കാലുവയ്ക്കാൻ നിങ്ങൾ ആർക്കും അവകാശം നൽകില്ല. ഇത് നിങ്ങളെ അപൂർവമാക്കുന്നു. അപൂർവമായ കാര്യങ്ങൾ എപ്പോഴും ആദരവ് നേടുന്നു. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ഗൗരവത്തോടെ എടുക്കണമെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകണമെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യത്തെ ഒരു ശക്തിയായി മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങളുടെ അതിരുകളും മൂല്യങ്ങളും സ്ഫടികം പോലെ വ്യക്തമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് സ്വീകാര്യവും ഏതൊക്കെ ഒരിക്കലും സ്വീകാര്യമല്ല എന്നും തീരുമാനിക്കുക. ഈ വ്യക്തത നിങ്ങളെ ശക്തനാക്കുക മാത്രമല്ല, നിങ്ങളുടെ ഓറയെ അത്രയും ശക്തപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളെ നിസ്സാരമായി കാണാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. 5. നിഗൂഢത സൃഷ്ടിക്കുക. ക്രിയേറ്റ് മിസ്റ്ററി. രഹസ്യമായി പ്രവർത്തിക്കുക. ഫലങ്ങൾ മാത്രം വെളിപ്പെടുത്തുക. ചാണക്യൻ പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധി, ധനം, പദ്ധതി എന്നിവയെ ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുത്തരുത്. കാരണം മറഞ്ഞിരിക്കുന്ന ആയുധമാണ് ഏറ്റവും ഫലപ്രദമായത്. ഒരു ശക്തമായ ഓറയുടെ ഏറ്റവും വലിയ രഹസ്യമിതാണ്: നിങ്ങളെക്കുറിച്ച് എല്ലാം ആളുകൾ അറിയരുത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ വികാരങ്ങൾ, ഇതെല്ലാം എല്ലാവരും മുന്നിലും തുറന്ന ഒരു പുസ്തകമായിരിക്കരുത്. ലോകത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ മുന്നിൽ നിന്ന് നിങ്ങളെ പ്രശംസിക്കും, എന്നാൽ ഉള്ളിൽ നിങ്ങളുടെ പുരോഗതിയിൽ അസൂയപ്പെടും. ചിലർ നിങ്ങളെ തടയാൻ ശ്രമിക്കും, ചിലർ തെറ്റായ ഉപദേശം നൽകും, ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, അപൂർണമായ അറിവ്, അപൂർണമായ വിവരങ്ങൾ, അപൂർണമായ പദ്ധതി എന്നിവയാണ് സുരക്ഷിതം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിഗൂഢത പോലെ കൊണ്ടുപോകുമ്പോൾ, അതായത് ഏതു കാര്യത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ഏത് ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്, എന്തൊക്കെ ചുവടുകളാണ് എടുക്കുന്നത് എന്നിവയെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പോൾ നിങ്ങളുടെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നു. കാരണം ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത ചിന്തകൾ, മനസ്സിലാക്കാൻ കഴിയാത്ത, കുറവ് കാണിക്കുകയും കൂടുതൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി ജനക്കൂട്ടത്തിൽ എപ്പോഴും വേറിട്ട് തിളങ്ങും. ഈ നിഗൂഢത ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും, ഊഹങ്ങൾ നടത്തും. ഈ ആകാംക്ഷ കാരണം അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓറ കൂടുതൽ വലുതാകും. ഇതൊരു മനഃശാസ്ത്രപരമായ സത്യമാണ്. ഏതു കാര്യത്തെക്കുറിച്ചാണോ കുറച്ചേ അറിയുകയുള്ളൂ, അതിൻ്റെ മൂല്യം പല മടങ്ങ് വർദ്ധിക്കും. ഈ നിയമം മനുഷ്യർക്കും ബാധകമാണ്. നിങ്ങളുടെ പോരാട്ടങ്ങൾ, നിങ്ങളുടെ ആസൂത്രണം, നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങളെല്ലാവർക്കും മുന്നിൽ വെച്ചാൽ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കും, തരംതിരിക്കും. നിങ്ങൾ അവർക്കൊരു സാധാരണക്കാരനായി മാറും. എന്നാൽ നിങ്ങൾ നിശബ്ദമായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ മാത്രം കാണിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. കാരണം അവരുടെ മുന്നിൽ നിങ്ങളുടെ വിജയങ്ങൾ മാത്രമേ ഉണ്ടാകൂ, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ കഥയില്ല. ചാണക്യന്റെ നയം പറയുന്നു, ഫലം കാണിക്കുക, അധ്വാനം കാണിക്കരുത്. കാരണം ആളുകൾ നിങ്ങളുടെ വാക്കുകളിലല്ല, നിങ്ങളുടെ നേട്ടങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ വിജയം മാത്രം അവതരിപ്പിക്കുമ്പോൾ, അല്ലാതെ നിങ്ങളുടെ പദ്ധതികളോ പോരാട്ടങ്ങളോ അല്ല, അപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വാധീനമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ശക്തരായ ഭരണാധികാരികളും സാമ്രാജ്യങ്ങളും അവരുടെ അടുത്ത നീക്കങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ അതേ തന്ത്രത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്, ഏത് കഴിവാണ് വികസിപ്പിക്കുന്നത്, ഇതെല്ലാം മൗനത്തിൽ നടക്കട്ടെ. നിങ്ങളുടെ ഫലങ്ങൾ ലോകത്തിനു മുന്നിൽ വരുമ്പോൾ ആളുകൾ ആകൃഷ്ടരാവുക മാത്രമല്ല, അവർ നിങ്ങളെ ഗൗരവമായി എടുക്കും, നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. അവരുടെ ആകർഷണം നിങ്ങളുടെ നിഗൂഢതയിൽ നിന്നാണ് ജനിക്കുന്നത്. ഈ നിഗൂഢത നിങ്ങളുടെ ഓറയെ കാന്തികമാക്കി മാറ്റും. 6. നന്നായി വസ്ത്രം ധരിക്കുക. നിങ്ങളുടെ രൂപം ആത്മാഭിമാനത്തിന്റെ അടയാളമാണ്. ചാണക്യൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ആദ്യത്തെ പരിചയം അവന്റെ വാക്കുകളാലല്ല, അവന്റെ രൂപം കൊണ്ടാണ്. ലോകം എത്ര മാറിയാലും ഒരു കാര്യം സ്ഥിരമാണ്: ആളുകൾ നിങ്ങളെ ആദ്യം കാണുന്നു, പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ശക്തമായ ഓറയുടെ അടിത്തറ നിങ്ങളുടെ വസ്ത്രധാരണത്തിലും ഗ്രൂമിങ്ങിലും ബാഹ്യമായ അവതരണത്തിലും ഒളിച്ചിരിക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തിത്വത്തിനനുസരിച്ച് ശരിയായ ശൈലി തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളുടെ രൂപം മാത്രമല്ല മാറുന്നത്, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ സാന്നിധ്യം എന്നിവയും മാറുന്നു. മനുഷ്യന്റെ മനഃശാസ്ത്രം പറയുന്നു, നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നുവോ അതുപോലെ നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങൾ നന്നായി കാണപ്പെടുമ്പോൾ തലച്ചോറ് സ്വയമേവ സിഗ്നൽ നൽകും: ഞാൻ തയ്യാറാണ്, ഞാൻ ശക്തനാണ്, എനിക്ക് കഴിവുണ്ട് എന്ന്.
ഇതുകൊണ്ടാണ് നിങ്ങൾ പുതിയ ഷൂവോ ഷർട്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ള നന്നായി ഇണങ്ങുന്ന വസ്ത്രമോ ധരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പെട്ടെന്നുയരുന്നത്. ഈ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഓറയുടെ ഏറ്റവും തിളക്കമുള്ള ഭാഗമാകുന്നത്. ചാണക്യന്റെ നയങ്ങളിൽ ഈ കാര്യം വ്യക്തമാണ്. ഒരു വ്യക്തി തന്റെ രൂപത്തിൽ അഭിമാനിക്കരുത്, എന്നാൽ തന്റെ സാന്നിധ്യം ക്രമരഹിതമാക്കാനും അനുവദിക്കരുത്. നല്ല വസ്ത്രധാരണം വെറും പ്രദർശനത്തിനല്ല, അത് അച്ചടക്കം, വ്യക്തത, ഗൗരവം, ആത്മാഭിമാനം എന്നിവയുടെ അടയാളമാണ്. വില കൂടിയ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ വൃത്തിയുള്ളതും ശരീരത്തിന് ഇണങ്ങുന്നതും ലളിതവും സ്മാർട്ടായതുമായ വസ്ത്രം ധരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം ലോകം നിങ്ങളെ നിങ്ങളുടെ ഉദ്ദേശമനുസരിച്ചല്ല, നിങ്ങളുടെ ആദ്യ കാഴ്ചയനുസരിച്ചാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ എത്ര കഴിവുള്ളവനോ ശക്തനോ ബുദ്ധിമാനോ ആണെങ്കിലും നിങ്ങളുടെ ബാഹ്യരൂപം അലങ്കോലമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കില്ല. നിങ്ങൾ നല്ല വസ്ത്രധാരണം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളുടെ മൂല്യം അംഗീകരിക്കുകയുള്ളൂ. ശക്തനായ ഒരു വ്യക്തിയുടെ തിരിച്ചറിയൽ അവന്റെ വാക്കുകളോ നടപ്പോ അല്ല. ഹെയർ കട്ട് മുതൽ ഷൂസ് വരെ എല്ലാം ചേർന്നാണ് ആളുകൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു ഓറയുണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് വിജയകരവും ശക്തരുമായ ആളുകൾ എപ്പോഴും അവരുടെ രൂപത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത്. അവർ ലാളിത്യത്തിൽ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നല്ല വസ്ത്രം ധരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ അരക്ഷിതസ്ഥകളെ അവസാനിപ്പിക്കുക കൂടിയാണ്. നിങ്ങൾ വൃത്തിയുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമായി കാണപ്പെടുമ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കാൻ നിങ്ങൾ മടിക്കില്ല, സ്വയം സംശയിക്കില്ല, ഒരു സാഹചര്യത്തിലും ഭയമില്ലാതെ ഇടപെടും. ഈ ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്തൊരു തിളക്കമായി കാണപ്പെടും. ഈ തിളക്കം കണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഇത് വെറും ഫാഷനല്ല, ഇത് നിങ്ങളുടെ അടയാളം, നിങ്ങളുടെ ബഹുമാനം, നിങ്ങളുടെ ശക്തി എന്നിവയുടെ ഭാഗമാണ്. ചാണക്യൻ പറഞ്ഞു, സജ്ജനമായ വ്യക്തിയെ അവന്റെ പെരുമാറ്റം കൊണ്ടും രൂപം കൊണ്ടും തിരിച്ചറിയാം. നിങ്ങൾ സ്മാർട്ടായി തയ്യാറായി ഒരിടത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ വെറും വസ്ത്രം ധരിക്കുകയല്ല, നിങ്ങൾ നിങ്ങളുടെ ഓറ ധരിക്കുകയാണ്. 7. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക, നിങ്ങളുടെ ഓറയെ മാറ്റുക. ചാണക്യൻ പറഞ്ഞത്, മനുഷ്യൻ സ്വയം തൻ്റെ മനസ്സിൽ എങ്ങനെ കരുതുന്നുവോ അവൻ അതുപോലെ ആയിത്തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ ശരിക്കും ശക്തമാക്കണമെങ്കിൽ അതേതെങ്കിലും വസ്ത്രത്തിൽ നിന്നോ ശീലത്തിൽ നിന്നോ ബാഹ്യമായ പ്രദർശനത്തിൽ നിന്നോ തുടങ്ങില്ല. അത് നിങ്ങളുടെ ചിന്താഗതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ സ്വയം എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ലോകം നിങ്ങളെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വയം ദുർബലനായോ കഴിവ് കുറഞ്ഞവനായോ മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനായോ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ടിപ്പുകൾ പിന്തുടർന്നാലും നിങ്ങളുടെ ഓറ ഒരിക്കലും തിളങ്ങില്ല. എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സ്വയം ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ, ഞാൻ ശക്തനാണ്, എൻ്റെ ആത്മവിശ്വാസം അചഞ്ചലമാണ്, ഞാൻ ആർക്കും താഴെയല്ല, എനിക്കാരെയും ആകർഷിക്കേണ്ടതില്ല, എനിക്ക് സ്വയം മികച്ചവനാകണം എങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഊർജം എന്നിവയിലേക്ക് പതുക്കെ മാറാൻ തുടങ്ങും. ഓർക്കുക, ലോകം നിങ്ങളെ കുറച്ചു മനസ്സിലാക്കുമ്പോഴല്ല മനുഷ്യൻ ദുർബലനാകുന്നത്, മറിച്ച് അവൻ സ്വയം കുറച്ചു മനസ്സിലാക്കുമ്പോഴാണ്. ചാണക്യന്റെ നയം വ്യക്തമായി പറയുന്നു, ആര് സ്വയം സംശയിക്കുന്നുവോ അവനെ ലോകം ഒരിക്കലും ഉയരില്ല. നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഓടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അദൃശ്യമായ ഭയം ജനിക്കുന്നു. അവരെന്നെ ഇഷ്ടപ്പെടുമോ? അവരെന്നെ യോഗ്യനായി കണക്കാക്കുമോ? ഇവിടെ നിന്നാണ് നിങ്ങളുടെ ശക്തി ഇല്ലാതാകാൻ തുടങ്ങുന്നത്. കാരണം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ യഥാർത്ഥ രൂപം ലോകത്തിന് കാണിക്കാൻ കഴിയില്ല. ശക്തിയുള്ള ഓറയുള്ളവർ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല, മറിച്ച് തങ്ങളുടെ ദൗത്യം, തങ്ങളുടെ ലക്ഷ്യങ്ങൾ, തങ്ങളുടെ വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ്. ആകർഷണം എപ്പോഴും ലഭ്യത കുറഞ്ഞ കാര്യങ്ങളിലാണുള്ളത് എന്നോർക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾ അവരുടെ പിന്നാലെ ഓടിയാൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ നിങ്ങൾ ശാന്തനായി സ്വന്തം കാര്യത്തിൽ പ്രവർത്തിക്കുകയും ആളുകളുടെ ചിന്തകളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ഊർജം വ്യത്യസ്തമായി കാണപ്പെടും. അവസാനം കാര്യമൊന്നു തന്നെയാണ്, ശക്തമായ ഓറ മുഖങ്ങളിൽ നിന്നോ വസ്ത്രങ്ങളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ ഉണ്ടാകുന്നില്ല, മറിച്ച് ഒരു ഉറച്ചതും അചഞ്ചലവുമായ ചിന്താഗതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക, ലോകം സ്വയം നിങ്ങളെ മറ്റൊരു കണ്ണോടെ കാണാൻ തുടങ്ങും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ബോണസ് പോയിന്റ് നോക്കാം. ഒരിക്കലും ആരെയും ആകർഷിക്കരുത്. നെവർ ഇംപ്രസ്. സ്വയം ശക്തനാക്കുക. ചാണക്യൻ പറഞ്ഞത്,
ഏത് മനുഷ്യന്റെ തിരിച്ചറിവൽ മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവോ അവനെ ലോകം ഒരിക്കലും ആദരിക്കില്ല. ഈ കാര്യം ശക്തമായ ഓറയുടെ കാര്യത്തിൽ തികച്ചും സത്യമാണ്. ഈ ലോകത്തെ ഏറ്റവും ദുർബലരായി കാണപ്പെടുന്നത് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ആകർഷിക്കാനും ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പതുക്കെ തൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നു, സ്വന്തം വില മറക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിലും അവൻ്റെ മൂല്യം കുറയുന്നു. കാരണം സ്വന്തം നിലപാടുകൾക്ക് വില നൽകുന്നവരെ മാത്രമേ ആളുകൾ ഗൗരവമായി എടുക്കുകയുള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ കയ്യടിയിൽ സ്വന്തം നിലനിൽപ്പ് നിലനിർത്തുന്നവരെയല്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ പിന്നാലെ ഓടുകയാണെങ്കിൽ, ഒരാളുടെ സന്ദേശത്തിനുടൻ മറുപടി നൽകാൻ, ഒരാളുടെ എല്ലാ ചെറിയ കാര്യങ്ങളും അംഗീകരിക്കാൻ, ഒരാളുടെ ദേഷ്യത്തെ ഭയന്ന് അല്ലെങ്കിൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ യാഥാർത്ഥ്യം ഉപേക്ഷിക്കാൻ, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓറയെ സ്വയം ദുർബലമാക്കുകയാണ്. ചാണക്യൻ ഈ മനോഭാവത്തെ ആത്മഹ്രാസം, സ്വയം ചെറുതാക്കൽ എന്ന് വിളിച്ചു. സ്വയം ചെറുതാക്കുന്നവരെ ലോകം ഒരിക്കലും വലുതായി കണക്കാക്കില്ല. ഓർക്കുക, ശക്തരായ ആളുകൾ ഒരിക്കലും ആരുടെയും പിന്നാലെ ഓടുന്നില്ല. അവരവരുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളിലും ഐഡന്റിറ്റിയിലും അത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആളുകൾ സ്വയം അവരുടെ പിന്നാലെ വരും. നിങ്ങൾ സ്വയം അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ സത്യസന്ധത എന്നിവയെല്ലാം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളൊരു അപൂർവമായ ഊർജം സൃഷ്ടിക്കുന്നു. ആളുകൾ ആ ഊർജത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കാരണം ഈ വ്യക്തി ആരെയും ഭയന്നല്ല നടക്കുന്നത്, മറിച്ച് തൻ്റെ സ്വന്തം വ്യവസ്ഥകളിൽ ജീവിക്കുന്നവനാണ് എന്നവർക്ക് തോന്നുന്നു. സ്വയം മാറാത്തവനെയല്ല, മറിച്ച് സ്വയം മെച്ചപ്പെടുത്തുന്നവനെയാണ് ലോകം ആദരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുക. എനിക്കാരെയും ശ്രദ്ധിക്കേണ്ടതില്ല, ഞാൻ ഇരിക്കുന്നത് പോലെ മതി, എൻ്റെ വളർച്ചയാണ് എൻ്റെ മുൻഗണന എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം മുതൽ നിങ്ങളുടെ ഓറ മാറാൻ തുടങ്ങും. നിങ്ങളുടെ ചുവടുകളിൽ സമാധാനം വരും. നിങ്ങളുടെ ശരീരഭാഷ കൂടുതൽ ആഴമുള്ളതാകും. നിങ്ങളുടെ മനോഭാവം സ്വയം പറയും, നിങ്ങൾ ആരുടെയും പിന്നാലെ ഓടുന്നവനല്ല, ആളുകൾ സ്വയം നടന്ന് നിങ്ങളുടെ അടുക്കൽ വരുന്നവനാണ് എന്ന്. ആളുകൾ എന്ത് ചിന്തിക്കും എന്നതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറി ഞാൻ എന്തായി മാറുന്നു എന്നതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് സദസ്സിൽ പോയാലും എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിൽ തന്നെ ആയിരിക്കും. കാരണം ആ സമയത്ത് നിങ്ങൾ ആകർഷിക്കുകയല്ല, സ്വാധീനിക്കുകയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മൂല്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇന്നത്തെ ഏത് പോയിന്റാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് എന്ന് കമന്റ് ചെയ്യുക. അതെ, ഇതുപോലുള്ള മൈൻഡ് ഷിഫ്റ്റിംഗ് വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. പരക്കട്ടെ പ്രകാശം.